ട്രോളിംഗ് നിരോധനം അവസാനിച്ചെങ്കിലും പ്രതിസന്ധി ഒഴിയാതെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. മീനുകളുടെ ലഭ്യത കുറഞ്ഞതോടെ പല ദിവസങ്ങളിലും വെറും കൈയോടെ തിരിച്ചു വരേണ്ട അവസ്ഥയിലാണ്. ഈ ഓണക്കാലവും വറുതിയുടേതാകുമോ എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം അവസാനിച്ചു, കാലാവസ്ഥയും ഏതാണ്ട് അനുകൂലമായി. ആഴക്കടലിൽ നിന്ന് വലിയ വള്ളങ്ങളും ബോട്ടുകളും കൈനിറയെ ചാകരിയുമായി എത്തേണ്ട സമയവുമാണ്. പക്ഷേ ദുരിതകാലം തുടർക്കഥയാവുകയാണ്. ദിവസങ്ങളോളം കടലിൽ തുടർന്നാലും കിട്ടുന്ന മീനുകൾ നന്നേ കുറവ്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളായ പുതിയാപ്പയിലെയും കൊയിലാണ്ടിയിലെയും ചോമ്പാലയിലെയും തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. എല്ലാം കെട്ടിട്ട് കിടക്കുക, ലോൺ എടുത്തിട്ടും സ്വർണം വിറ്റിട്ടും ഇതെല്ലാം കണ്ടമാനം പോകാണ്ടൊക്കെ കിടക്കുക. ചെറിയ ബോട്ടും വലിയ ബോട്ടും അല്ലോ. പിന്നെ ബോട്ടിന് ഒരു ബോട്ടിനൊക്കെ 1 കോടിയിലാവില്ലേ, 1 കോടി വരും ഇതെല്ലാം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അത്ര ബുദ്ധിമുട്ടാണ്. ബാങ്കിലെല്ലാം ഒരുപാട് ഇതെല്ലാം വന്നിന്, നോട്ടീസൊക്കെ വന്നിന്, നോട്ടീസെല്ലാം വന്നതാ. പെൻഷൻ മുടങ്ങി, പിന്നെ മറ്റേ എല്ലാ സാധനത്തിനും വില കൂടുതലും, എല്ലാം വില കൂടി. ലൈസൻസ് കൂടി, മറ്റേ എല്ലാ ചെറിയ ബോട്ടിനും വലിയ ബോട്ടിനും എല്ലാം ഇത്രയും കഷ്ടപ്പാടാണ്. 600ഓളം ട്രോളർ ബോട്ടുകളുടെ ഉടമകളും തൊഴിലാളികളുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ട്രോളിംഗ് കഴിഞ്ഞ് കടലിലിറങ്ങിയാൽ 2-3 ദിവസം കൊണ്ട് നിറയെ മീനുകളുമായി തിരിച്ചെത്താറാണ് പതിവ്. ഈ വർഷം ആഴ്ചകൾ കഴിഞ്ഞാലും നിരാശയാണ്. 5 ദിവസമായി പണിക്കെല്ലാം പോയി വരുന്നത്. എന്നിട്ട് പണിക്ക് പോയിട്ട് അവിടെ വല അടിച്ചിട്ടൊന്നും പടരുന്നില്ല. പടാണ്ടായപ്പോൾ എണ്ണ പൈസ കടാവെന്ന് പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്ന് വയ്യ കടലിലും പിന്നെ കാറ്റ് കണ്ടിട്ട് എല്ലാം ബോട്ടെല്ലാം കരക്ക് വന്നു. അവിടെ പിന്നെ വല വയ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബോട്ടെല്ലാം കരക്ക് വന്നു. പിന്നെ ഇവിടെ പണിക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ പെൻഷൻ എന്തെങ്കിലും കിട്ടിയാൽ നമുക്കത് ജീവിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഓണം കാര്യം വരുന്നുണ്ട്, ഓണം കാര്യമെല്ലാം വരുന്നുണ്ട്. ഒരു 5 ദിവസം കിട്ടണമില്ല. അപ്പോൾ പിന്നെ സർക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തരണ്ടേ. അറ്റകുറ്റപ്പണികൾക്കടക്കം ഒരു ട്രോളർ ബോട്ട് കടലിൽ ഇറക്കാൻ 5 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും. ബാങ്ക് ലോൺ എടുത്ത പലരും തിരിച്ചടവ് മുടങ്ങിയ അവസ്ഥയിലാണ്. 500 ലിറ്റർ ഡീസലെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം വേണ്ടിവരും. ഇങ്ങനെ പോയാൽ ഓണക്കാലവും സങ്കടക്കടലിലാകുമെന്ന ആദിയിലാണ് ഇവർ. എങ്കിലും കാത്തിരിക്കുകയാണ് കടൽ ഇനിയെങ്കിലും കനിയുമെന്ന പ്രതീക്ഷയോടെ. ജനം, കോഴിക്കോട്.